മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ, എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ് രണ്ട് ഇടി കൊടുത്തത്. ഓക്കെ. ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോർട്ടും കണ്ടില്ലേ? ഏത് വക്കീൽ? പുറത്തുനിന്നൊരു വക്കീൽ തന്റെ ഭാര്യക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ? ഓ, അത് ശരി. അവൻ എടാ വക്കീലേ, ആരാ ഇവിടുത്തെ പ്രേമ ഭിക്ഷാന്തേ? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്താ? അയ്യോ, അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് എന്റെ അടല്ലേ? എന്നെ മനസ്സിലായില്ല. അയ്യോ, എന്റെ അമ്മോ! അടിച്ച കൈ ഒടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ! നല്ല വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. കാള പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാ കയറെടുക്കാൻ ഓടിയത്? യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചുകുട്ടിക്കും നിങ്ങളെ തല്ല് താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ? ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാ നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത്? നിരപരാധികളെ തല്ലുന്നത് നിങ്ങൾ പോലീസുകാരുടെ പതിവാക്കി എടുത്തിരിക്കുകയാണോ? ശാന്തേ, എന്റെ വലത് കൈ എനിക്ക് ഇപ്പോഴും പൊക്കാം. ആ, ഇതാ കുഴപ്പം. ആ പൊണ്ണത്തടിയും ഗോതമ്പ് ദോശയ്ക്കടിയിൽ ഒരു കത്ത് വെച്ച ഉടനെ ഞാനങ്ങ് മയങ്ങി പോകുമെന്ന് നിങ്ങൾ കരുതിയോ? സത്യം പറ, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ? യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഭാര്യയെ അവിശ്വസിക്കുന്നവൻ ചൊറി പിടിച്ച് ചാവുന്ന. എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ്, അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ആ മണ്ടം വക്കീലിലേക്കല്ല, മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല. ഇനി ചായവേ ഇല്ല. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മണിക്കൂറുകൾ മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷവും മാരുതി കാർ. 10 ലക്ഷം ഏതാ? ഇത് കർണാടക ദസറ ബമ്പർ. കേരളം 25 ലക്ഷം. തമിഴ്നാട് പൊങ്കൽ ബമ്പർ. നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നറുക്കെടുക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ 25 ലക്ഷവും ഒരു മാരുതി കാറും ഒന്നാം സമ്മാനമായി നൽകുന്നു. അങ്കമാലിയിലെ പാവപ്പെട്ട താറാവാൻ 25 ലക്ഷവും അംബാസഡർക്കാരും നേടിക്കൊടുത്ത അതേ ഏജൻസിയുടെ ടിക്കറ്റുകൾ. ഭാഗ്യദേവത നിങ്ങളെ മാടി മാടി വിളിക്കുകയാണ് സഹോദര. നിങ്ങൾക്കറിയില്ലല്ലോ, ഈ ഒരു പ്രശ്നത്തിന്റെ പേര് ഞാനും കുര്യച്ചനുമായിട്ട് ശരിക്കൊന്ന് ഒരസിരിക്കുക. നിങ്ങൾ ഒരസ് തീ ഉണ്ടാക്കുക, എന്ത് വേണേലും ചെയ്തു. അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ജോലിക്ക് എന്റെ ഡോഗ് വരുന്നു. ആ ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തെറ്റാണോ? നിങ്ങൾ തിരുത്തണ്ടെന്ന്. പാവപ്പെട്ടവർ നിങ്ങൾ ഇനിയും തല്ലി ചതയ്ക്കണം. സാറേ, സാറിന് ലോട്ടറി ടിക്കറ്റ് വല്ലതും വേണമെങ്കിൽ പറ. മിസോറാം ബമ്പറുണ്ട്, കർണാടകയുണ്ട്. ദസറ സ്പെഷ്യലിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏത് വേണമെങ്കിലും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്ന്. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം. എംകോംകാരൻ മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മയ്ക്കത് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് അറിയിച്ചിട്ടില്ല. പാർത്ഥസാരഥിരമ്മേ, എന്തിനാ അമ്മയെ വിളിക്കുന്നത്? ആ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചാ. നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ടോ? പെറ്റതലയുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കുന്നത് ശരിയല്ല. പാർത്ഥസാരഥിരമ്മേ, വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇതെന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോയി തരാമോ? ഞാനൊന്ന് പറഞ്ഞു തങ്ങ് പോയിക്കോളാം. ഓ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വേണമെങ്കിൽ. എടോ മനുഷ്യ, തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത്, അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ. അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല. വൈരാഗ്യബുദ്ധി തനിക്കാകാമെങ്കിലേ എനിക്കും കുറച്ചൊക്കെ ആകാം. അതാ വരുന്നുണ്ട്. ലോട്ടറി ഫാക്ടറി അമ്മ ഫാക്ടറി. ഇവരുടെ കമ്പനിയിൽ എന്നെ പുതിയ അക്കൗണ്ടിനെ പോട പോറலாம். അതല്ല சொல்ல വന്നേ. അത് തന്നെയാ പറയാൻ വന്നത്. ഞാൻ അക്കൗണ്ടന്റായിട്ട് ചാർജ് എടുക്കണം. നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മിസോറായ അടിപിടി എല്ലാം കൂടി അമ്മയുടെ ഒന്നുമില്ല, ഇവരുടെ കമ്പനിയിൽ ആരോ അടിച്ച കാര്യം ചൊല്ല അമ്പർത്താൻ. ഇല്ലമ്മ, കമ്പനി അല്ല ഇവങ്ക തന്നെ. ഒന്നും ചൊല്ലണ്ട. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാ. നിശ്ചയമാ சொல்றீங்களா? നിശ്ചയമാത്താൻ ചൊല്ലേ. അപ്പൊ നാളെ കാലത്ത് വന്ന് ജോയിൻ ചെയ്യുന്നു. ദിസ് ഈസ് മൈ റെസിഗ്നേഷൻ ലെറ്റർ. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് പറയുന്നത് വളരെ പഴയൊരു ചൊല്ലാണെങ്കിലും അതാണ് എന്റെ ആഗ്രഹം. അങ്കിൾ, എന്തായി പറയുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ ഡിസോൺ ചെയ്യാൻ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. മീര മാത്രമല്ല ഇപ്പോൾ കമ്പനിയുടെ MD, ഒരുപാട് പേരാണ്.
ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ഒരു സാധാരണ തൊഴിലാളി ഇപ്പോൾ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആണ് പോലും. അങ്കിൾ, അത് അയാളുടെ യഥാർത്ഥ സ്ഥിതി അറിഞ്ഞാൽ... അറിഞ്ഞാലെന്താ? അയാൾ ചിലപ്പോൾ പട്ടിണിക്കാരനായിരിക്കും. ഇവിടെ പട്ടിണിക്കാർ ധാരാളം ഉണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലെ വരുമാനം കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ പറ്റുമോ? അങ്ങനെയല്ല അങ്കിൾ, അയാൾ നേരത്തെ അവിടെ, പിന്നെ അയാൾ ആശുപത്രിയിലായപ്പോ ആകപ്പാടെ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. മനസ്സിലാവാഞ്ഞിട്ടല്ല, അയാളെ പിരിച്ചുവിടാൻ ഞാൻ പറയുകയില്ല. ഞാനില്ലേലും ഫാക്ടറി നടന്നോളും, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്. പിരിഞ്ഞു പോകുന്നതിൽ നിങ്ങളെക്കാൾ വിഷമം എനിക്കുണ്ട്. പക്ഷേ ഇതെന്റെ ഫൈനൽ ഡിസിഷനാണ്. നാളെ മുതൽ ഞാൻ ഫാക്ടറിയിൽ വരില്ലെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എഫിഷ്യൻ്റായ ഒരാളെ കിട്ടുന്നത് വരെ, എന്ന് വെച്ചാൽ മാക്സിമം ഒരു 3 മാസം വരെ ഞാൻ നിൽക്കാം. അതിൽ കൂടുതൽ എന്തായാലും എന്നെ കൊണ്ട് വയ്യ. അവിടെ നിന്നേ, തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാ? താൻ എന്ത് ധൈര്യത്തിലാടോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ആ, ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോർട്ടിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ടാ ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. വക്കീല്, നിന്നെ ഒരു പ്രേമലേഖനം വയസ്സ് കാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ ശരിയാ. കൊല്ലി ഞാൻ നിന്നെ. നിന്റെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു അയ്യോ അയ്യോ അയ്യോ. തുറക്കാനാ പറഞ്ഞത്. അയ്യോ, എടീ ഭദ്രകാളി, നീ ഇത്രയും വലിയ വഞ്ചകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. എനിക്ക് മതി, എല്ലാം മനസ്സിലായി. പറയട്ടെ. എന്താ നീ വിചാരിച്ചേ? എന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ എന്റെ കർത്താവെ, ഏതൊന്ന് കാഞ്ഞുന്നാ തോന്നണേ. ചിലപ്പോ 2 കാഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാകുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കും. അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലി കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കടി. അയ്യോ, നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എടി വക്കീലിന്റെ കൂടെ പോയി പുറത്തോളാം. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയണേ. ആ, മോഹൻലാലിനെ കണ്ടളകില്ല, മമ്മൂട്ടിയെ കണ്ടളകില്ല. നിന്നെ എനിക്ക് മനസ്സിലായിടി. ആ ലോട്ടറി ടിക്കറ്റും വിറ്റ് കിടന്നപ്പോ മനസ്സിന് കുറച്ച് സമാധാനങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അതും പോയി. സാറേ, ഈ ഫാക്ടറിയുടെ അടുത്ത ആകെ ഇളകിയിരിക്കുക. ഓ, അപ്പൊ ഈ കെട്ടിടം അത്രയ്ക്ക് പഴയതാണല്ലേ. ജോലി നടക്കുന്നതിനിടയ്ക്ക് ഇടിഞ്ഞു വീണ ആള് തട്ടിപ്പോവല്ലോ. ഏത് ഭാഗമാ ഇളകിയേ? സാർ പ്ലീസ്, ആ അടിത്തറ അല്ല ഈ അടിത്തറ. ഞാൻ ഉദ്ദേശിച്ചേ സാമ്പത്തിക അടിത്തറയാ. ബാങ്കിലാകെ കടം, കമ്പനി ഓടിയില്ല ഓടുന്നു. ഇതുപോലെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലേക്ക് സാർ എന്തിനാ എന്നെ വലിച്ചു കയറ്റിയത്? തെളിച്ചു പറ. ബാലൻസ് ഷീറ്റ് ഒന്നും സാർ നോക്കാറില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഡെഫിസിറ്റ് ഉണ്ട്. ധാരാളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തായിട്ട് കണക്കിൽ കാണാം. പക്ഷേ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എവിടെ? എക്സ്പോർട്ട് ചെയ്തോ? എങ്കിൽ അതിനുള്ള രേഖ എവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ സാർ എന്ത് മേൽനോട്ടം അവിടെ നടത്തുന്നത്? വന്നേ, കാണിച്ചു തരാം. വാ. മീര മോഹൻദാസിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്. മീര മോഹൻദാസ് സാർ, ആ കുട്ടി വരുമ്പോ എന്നെ വെറുതെ പരിചയപ്പെടുത്തൊന്നും വേണ്ട സാർ. ഞാൻ വെറും ഒരു പോസ്റ്റ്മാൻ ആണല്ലോ. എന്ത് പരിചയപ്പെടുത്താൻ? മേ കം ഇൻ സർ? യെസ് സാർ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
ആ അമേരിക്ക ഒരു ലെറ്റർ ഉണ്ട്. എവിടെ സൈൻ ചെയ്യണം? സൈൻ ചെയ്യണം നിർബന്ധമില്ല. മിസ്റ്റർ ബാബുരാജ്, എഴുത്ത് കിട്ടി എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ സാഹസം ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ദയവ് ചെയ്ത് വായിക്കൂ. എന്റെ ഹൃദയ രക്തത്തിൽ ചാലിച്ച് എഴുതിയ വാക്കുകളാണ് എല്ലാം. മിസ്റ്റർ, നിങ്ങൾക്ക് കത്തൊന്നുമില്ല. അടിയോടിയുടെ ഭാര്യയ്ക്ക് കിട്ടിയ കത്തിലെ അതേ കയ്യേഷം തന്നെയാ ഇതിലും. ആണോ? അപ്പൊ അവൻ തലങ്ങും ബലങ്ങും ലവ് ലെറ്റർ എഴുതി വിടുകയാണോ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. വേറെ മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്കിളല്ലേ പറഞ്ഞത് ആ കത്തിൽ നിറച്ച് കോടതി ഭാഷയാണെന്ന്? ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ കത്ത് വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ബാബുരാജ് എഴുതി. ഈ കത്ത് ബാബുരാജ് തനിച്ചെഴുതി. ഇതിൽ കോടതി ഭാഷയില്ല. വക്കീൽ അങ്കിളിന് ഇതിലെന്താ ഇത്ര ഇൻട്രസ്റ്റ്? അയാള് മൊത്തം കുഴപ്പമാ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒന്നും അയക്ക് ഒരു കേസും ഇല്ല. ഇതുപോലുള്ള ചൂഷണവും തട്ടിപ്പാ മെയിൻ ജോലി. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി താ അങ്കിൾ. സമാനിക്ക് ആലോചിക്കട്ടെ. ക്ലാര ചേച്ചിക്ക് നോവല് വായിക്കാൻ ഇഷ്ടമാണല്ലേ? ആരാ പറഞ്ഞേ? പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ. ഇഷ്ടമാണോ? അതെ. കണ്ടോ, അപ്പൊ ഞങ്ങളെക്കാ കൂടുതൽ അങ്ങേര് ചേച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു. ആര്? ബാബു അങ്കിൾ. അയാളെന്ത് പറഞ്ഞു? എന്തു പറയാൻ, എപ്പ കണ്ടാലും ക്ലാര ചേച്ചിയെ പറ്റി ചോദിക്കാനേ നേരമുള്ളൂ. ക്ലാര ചേച്ചി ഉണർന്നോ, പള്ളിയിൽ പോയോ, ഊണ് കഴിച്ചോ? അല്ല, എന്താ അതിന്റെ അർത്ഥം? അയ്യോ, എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. ആരെങ്കിലും കണ്ടാലോന്ന് പേടിച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാ ഈ വീക്കിലി ആരെയും കാണാതെ ചേച്ചിക്ക് കൊടുക്കണോന്ന്. ഇതിലൊരു ബെസ്റ്റ് നോവൽ ഉണ്ടത്രേ ചേച്ചിക്ക് വായിക്കാൻ. ആ മുത്തച്ഛൻ. എന്റെ പ്രിയപ്പെട്ടവളെ, അരുത്, കീറിക്കളയരുത്, മുഴുവനും വായിക്കൂ. ഞാൻ ആദ്യം അയച്ച കത്ത് മേൽവിലാസം തെറ്റി പല അപകടങ്ങളും ഉണ്ടായി. അതിലെ വരികൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഒന്ന് മാത്രം ഞാൻ വെളിപ്പെടുത്തുന്നു: യഥാർത്ഥ സ്നേഹബന്ധത്തെ തോൽപ്പിക്കാൻ ഈ നാട്ടിലെ പോലീസിനോ ഭരണകൂടത്തിനോ കഴിയുകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് കുട്ടിയുടെ ഈ മാതൃരാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ്. കൂടുതൽ എഴുതാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരേ ഒരു അപേക്ഷ മാത്രം: എന്നെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം തുറന്നു സംസാരിക്കാൻ ഇന്ന് രാത്രിയിൽ തന്നെ ഒരു അവസരം ഉണ്ടാക്കും. സ്വന്തം ബാബുവേട്ടൻ. എന്താ ഇത്? അരി. അതെനിക്ക് മനസ്സിലായി. അരി കഴുകാതെയാണ് അടുപ്പത്തിടുന്നത്. അയ്യോ, ഞാൻ കരുതിയത്. പോയി കഴുകിട്ട് പടി. ഞാനിവിടെ അരിഞ്ഞു വെച്ച ഉള്ളിയോ? ഉള്ളി അയ്യോ, അത് ഞാൻ അറിയാതെ എടുത്ത് മിക്സിയിലിട്ടു. മൂപ്പിക്കാൻ വെച്ച ഉള്ളി എടുത്ത് മിക്സിയിലിടെ. നിനക്ക് എന്താണ്ടി വല്ല ഭ്രാന്ത് പിടിച്ചാ? കൊണ്ടാടി, പോടി പോടി. നീ ഇന്ന് അടുക്കളയിൽ കടന്നു പോവരുത്. താങ്ക് യു അമ്മച്ചി.